പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 11-ാം മാസത്തിൻ്റെ 22-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവകുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസിദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. 2-ാം സങ്കീർത്തനത്തിൽ ഇപ്രകാരം പാടുന്നു: നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു, അവിടെ കയറുകളെ എറിഞ്ഞു കളക. ദൈവജനത്തിന് എന്നും പോരാട്ടമുണ്ട്. നാം ശത്രുവിൻ്റെ രാജ്യത്തോടും അവൻ്റെ തന്ത്രങ്ങളോടും എന്നും പോരാട്ടത്തിലാണ്. നമുക്ക് പോരാട്ടമുള്ളത് ഏതെങ്കിലും മനുഷ്യരോടോ രാജ്യത്തോടോ അല്ല. നാം ഏതെങ്കിലും വിധത്തിലുള്ള പോരാട്ടങ്ങളിലായിരിക്കണമെന്നും നാം പരിശോധിക്കണം. ഒന്നാമതായി, നമ്മുടെ മരണം വരെയും നാം അന്ധകാര ശക്തികളോട് പോരാടി ജയിക്കേണ്ടവരാണ്. നമ്മുടെ പോരിൻ്റെ ആയുധങ്ങൾ ജഡീകങ്ങളുമല്ല, അദൃശ്യ ശക്തികളോട് നമ്മുടെ പോരാട്ടമുള്ളത്. രണ്ടാമതായി, പാപത്തോട് നാം പോരാടണം. നാം പാപത്തെ ഉപേക്ഷിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്നില്ലെങ്കിൽ നമ്മുടെ മാനസാന്തരത്തിനായി നമ്മുടെ ശരീരത്തിൽ ദൈവം കഷ്ടങ്ങൾ അയക്കുകയും ചെയ്യും. അങ്ങനെയുള്ള കഷ്ടം നമ്മുടെ ശുദ്ധീകരണത്തിനായി എന്ന് തിരിച്ചറിഞ്ഞ് നാം ക്രമീകരണം പ്രാപിക്കണം. നമ്മുടെ പ്രാർത്ഥനാ ജീവിതത്തിൽ നിരവധി തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രാർത്ഥനയിൽ ഉറക്കം, ക്ഷീണം, മന്ദത, അലസത തുടങ്ങി പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടാം. അത് അറിയുന്നത് കൊണ്ടാണല്ലോ നാം അടുത്തു പോകാതെ എപ്പോഴും പ്രാർത്ഥിക്കണമെന്ന് കർത്താവ് പറഞ്ഞത്. നാം ഉപദേശ സത്യങ്ങൾ പാലിക്കുന്നതിനെതിരെയും ഉപദേശത്തിൽ നിലനിൽക്കുന്നതിനെതിരെയും വിവിധ നിലയിലുള്ള പോരാട്ടമുണ്ടാകും. വിശേഷിച്ച് സുവിശേഷം അറിയിക്കുന്നവർക്ക് എതിരായി അനേക ഇടങ്ങളിൽ നിന്നും ശക്തമായ എതിർപ്പുകളും പോരാട്ടങ്ങളും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു ഈ കാലഘട്ടങ്ങൾ. എന്നാൽ നാം പിന്മാറുവാനല്ല, അതിനെതിരായി സമർപ്പണമുള്ള ഒരു പടയാളിയെപ്പോലെ പോരാടി ജയിക്കുവാനാണ് ദൈവദാസന്മാർ ശ്രമിച്ചുകൊണ്ടിരിക്കേണ്ടത്. എത്ര പോരാട്ടങ്ങളിൽ കൂടെയാണ് സുവിശേഷകർ ഈ കാലഘട്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നത്. നമുക്കെതിരെ ആരെങ്കിലും പോരാടുന്നുവെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി പോരാടുക തന്നെ ചെയ്യും എന്ന് നാം തിരിച്ചറിയണം. ആകയാൽ നാം എന്നും പോരാട്ടത്തിലാണെന്നും പോരാടി ജയിച്ചാൽ മാത്രമേ നിത്യതയിൽ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നും അറിഞ്ഞുകൊണ്ട് ശത്രുവിനാൽ ബന്ധിക്കപ്പെടാതെ മുൻപോട്ട് പോകാം. രക്ഷിക്കപ്പെടാത്ത മനുഷ്യർ എന്നും സാത്താൻ്റെ അടിമത്തത്തിൽ കീഴിൽ തന്നെയാണ്. അവർക്ക് പാപത്തിൽ മരിച്ചു കിടക്കുകയാൽ അവർക്ക് പോരാട്ടമൊന്നുമില്ല. എന്നാൽ ദൈവമക്കൾ എന്നും പോരാട്ട കളത്തിൽ തന്നെയാണ്. പ്രിയ ദൈവവേദനേ, പലപ്പോഴും ശത്രുക്കൾ കെട്ടിയ കയർ ആത്മാവിൻ്റെ ശക്തിയോടെ പൊട്ടിച്ചു കളഞ്ഞവനാണ് ശിംശോൻ. എന്നാൽ കൃപ നഷ്ടപ്പെട്ട് സ്വബോധം നഷ്ടപ്പെട്ട് പാപം ചെയ്ത് തെറ്റിയപ്പോൾ ജഡമോഹം നിമിത്തവും ശത്രു കെട്ടിയ കെട്ട് അവനെ അഴിക്കുവാൻ കഴിഞ്ഞില്ല. ബിലെയാം ദൈവത്തിൻ്റെ ഹിതവും ആലോചനയും വ്യക്തമായി തിരിച്ചറിഞ്ഞിട്ടും ദ്രവ്യാഗ്രഹത്തിൻ്റെ പിന്നാലെ ഓടിയവൻ അവൻ തേടിയ സമ്പത്ത് അനുഭവിക്കാൻ കഴിയാതെ കൊല്ലപ്പെടേണ്ടതായി വന്നുവെന്ന് ചരിത്രം പറയുന്നു. യൂദ കർത്താവിനോടുകൂടെ നടന്നു. പല സൗഖ്യങ്ങളും പല അത്ഭുതങ്ങളും കണ്ടവനാണ്. ദ്രവ്യാഗ്രഹം അവൻ്റെ നാശത്തിന് കാരണമായി തീർന്നു. അഹങ്കാരവും ദ്രവ്യാഗ്രഹവും പരിഹാസവും അശുദ്ധ ജീവിതവും അലസതയും വെടിഞ്ഞ് നമുക്ക് പോരാടാം. ദൈവം ഈ പ്രഭാതം അതിനായി നമ്മെ എല്ലാവരെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. സ്തോത്രം, ഹല്ലേലൂയ. നമ്മുടെ പോരാട്ടം ജഡരക്തങ്ങളോടല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും സ്തോത്രം ദുഷ്ടാത്മാ സേനയോടും പോരാടി ജയിച്ചാൽ മാത്രമേ നാം ആഗ്രഹിക്കുന്ന നിത്യ തുറമുഖത്ത് നമുക്ക് എത്തിച്ചേരുവാൻ കഴിയത്തുള്ളൂ. ആകയാൽ പ്രിയ ദൈവവേദിനെ നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ചു അവിടെ കയറുകളെ എറിഞ്ഞു കളയുക എന്ന് ഭക്തൻ പാടിയതുപോലെ നമുക്കും ഈ പ്രഭാതം പാടുവാനിടയാകട്ടെ. ദൈവത്തിൽ നമുക്ക് ആശ്രയിച്ച് നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹം പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്നാഥ. ഈ പ്രഭാതവും
ആമേൻ. ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസിമാരെയും വാത്സല്യ കുഞ്ഞുങ്ങളെയും ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. തലമുറകളെ അവരുടെ ഭാവികൾക്കായി പ്രാർത്ഥിക്കുവാൻ കർത്താവേ സ്തോത്രം അറിയിച്ചിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ദൈവദാസന്മാരെയും ഓർക്കുന്നു. തലമുറകളുടെ ഭാവികൾക്കായി ദൈവം കരുതണമേ. ഈ ദിവസങ്ങളിൽ മാനസികമായി ഭാരപ്പെടുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ വൻകരം പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സ്വർഗം ഈ ദിവസങ്ങൾ അത്ഭുതങ്ങൾ ചെയ്യണമേ. സമാധാനമില്ലാതെ അനേക കുടുംബങ്ങളായിരിക്കുമ്പോൾ ജീവിതങ്ങൾ സ്വസ്ഥതയില്ല, സന്തോഷമില്ല, ഉപജീവനമില്ല, ഭവനമില്ല, സാമ്പത്തിക ഞെരുക്കങ്ങൾ സ്തോത്രം ഹല്ലേലൂയ ലോകം പാപം, ശാപം, ദ്രോഹം കെട്ടിയ എല്ലാ ബന്ധനങ്ങളെയും എൻ്റെ സ്വർഗം ഇന്ന് പ്രഭാതം അങ്ങയുടെ കുഞ്ഞുങ്ങളെ പൂർണ്ണമായും അഴിച്ച് വിടുവിച്ച് ദൈവ സന്നിധിയിൽ കർത്താവെ കൃപയോടുകൂടെ നിൽപ്പാൻ പരിശുദ്ധാത്മാവ് സഹായിക്കണം. എല്ലാവിധമായ നന്മകളും അനുഗ്രഹങ്ങളും പകരണം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അങ്ങയുടെ കുഞ്ഞുങ്ങളെ നിറഞ്ഞ ഹൃദയത്തോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം. മഹത്വം അങ്ങെടുക്കണം യേശുവിൻ്റെ നാമത്തിൽ. കൃപയോടെ പ്രാർത്ഥന കേൾക്കും സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ.